പർപ്പിൾ ഹാർട്സ് ഒരു മ്യൂസിക്കൽ റൊമാൻസ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കൊച്ചു സിനിമ, നമ്മൾ യൂഷ്വലി കാണാറുള്ള റൊമാൻസ് ഡ്രാമ, റൊമാൻസ് കോമഡി എന്നൊക്കെ പറയുന്ന ജോണറിലുള്ള സിനിമയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നൊരു സിനിമയാണ്. സ്റ്റോറി ബേസ് വ്യത്യസ്തമായി നിൽക്കുന്നൊരു സിനിമയാണ്. അതായത് ഇപ്പം ഹേറ്റ് ടു ലവ്, അതായത് ആദ്യം ഭയങ്കരമായിട്ട് വെറുപ്പും അത് കഴിഞ്ഞ് പ്രണയം എന്നൊക്കെ നമ്മൾ പറയാറുള്ള പോലെ തന്നെ അങ്ങനത്തെ ഒരു സിനിമ. അതായത് ഇത് ലൂക്കിൻ്റെയും കാസിയുടെയും പ്രണയകഥയാണ്. ലൂക്ക് ഒരു മറൈൻ ഓഫീസറാണ്, കാസി ഒരു സിംഗർ ആൻഡ് സോങ് റൈറ്ററാണ്. അപ്പം കാസിക്ക് ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉണ്ട്. അപ്പം അത് ഇച്ചിരി ചിലവുള്ള ഒരു സാധനമാണ്. അതായത് ഇതിന് മെഡിസിൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ കാസിയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാറിൽ വെയിറ്ററസ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാസി കുറേ മറൈൻസിനെ കാണുന്നു. അങ്ങനെ ഫ്രാങ്കി, അതായത് കാസിയുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണുന്നു. അപ്പം കാസിക്ക് കുറച്ച് എക്സ്പെൻസ്, അതായത് മെഡിക്കൽ എക്സ്പെൻസിനുള്ള എങ്ങനെയും സെറ്റ് ചെയ്യണം, ക്യാഷ് സെറ്റ് ചെയ്യണം. അങ്ങനെയാണ് മറൈൻസിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം ഫ്രീ ആണെന്ന് കാസി അറിയുന്നു. കാസി ഇന്ന് ഫ്രാങ്കിയോട് ചോദിക്കുന്നു കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഫ്രാങ്കി പറയുന്നു ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന്. പക്ഷേ ഈ ലൂക്കും കാസിയായിട്ട് ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ ഇവർ ചെറിയ ഒരസലും കാര്യങ്ങളും കഴിഞ്ഞതാണ്. രണ്ടുപേരും ഒരിക്കലും ചേരാത്ത ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ ലൂക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂക്ക് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഡ്രഗ് ഡീലർക്ക് കുറേ പൈസയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പൈസയും സെറ്റ് ചെയ്യണം. അങ്ങനെ ലൂക്കും കാസിയും കൂടെ ഒരു ഡീലിങ്സ് എത്തുന്നു, കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ഡൈവോഴ്സ് ആവുന്നു എന്നുള്ള രീതിയിൽ ഇവരൊരു എഗ്രിമെൻ്റ് ആവുന്നു. അതിനുശേഷം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേന്ന് ലൂക്ക് പോവുകയാണ്, തിരിച്ച് ഇറാഖിലേക്ക് ടൂറിന് പോവുകയാണെന്നല്ല, അടുത്ത മിഷന് പോവുകയാണ്. ടൂറിനാണല്ലോ പറയുന്നത്. അടുത്ത മിഷന് പോകുന്നു. അങ്ങനെ ഇവർ ആ ഒരു കാസിയുടെ ലൈഫിൽ ആ ഒരു മെഡിക്കൽ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നു. ലൂക്കിനെ അത്യാവശ്യം ഫണ്ട് കല്യാണം കഴിച്ചപ്പോൾ കിട്ടുന്നു. അതുമായിട്ട് ആ ഒരു ഡ്രഗ് ഡീലർക്ക് കൊടുത്ത് അതും രണ്ടുപേരും സേഫായിട്ട് പോകുന്നു. ആ ഒരു സമയത്ത് ഇറാഖിൽ വെച്ചിട്ട് ലൂക്കിനൊരു ഇഞ്ചറി വരുന്നു, കാലിൽ ഇഞ്ചറി പറ്റുന്നു. ലൂക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചാണല്ലോ. അപ്പം ലൂക്ക് കാസിയുടെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്. ഇതിനകത്ത് ലൂക്കിൻ്റെ ഫാമിലിയുമായിട്ട് ലൂക്കിന് വലിയ കണക്ഷനൊന്നുമില്ല. അച്ഛനുമായിട്ടൊക്കെ തെറ്റി നിൽക്കുന്ന ഒരു സമയമൊക്കെയാണ്. അങ്ങനെ ലൂക്കിനെ കാസി നോക്കാമെന്നുള്ള രീതിയിൽ അവിടെ വയ്ക്കുന്നു. ഇവർ തമ്മിൽ ആ ഒരു സമയത്ത് ചെറിയ പ്രണയമൊക്കെ വരുന്നു. പക്ഷെ ഇവർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇല്ലീഗലായിട്ടാണ് കല്യാണം കഴിച്ചത്. അതായത് ചീറ്റിംഗ് ആണോ ആക്ച്വലി ഇത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോർട്ട് മാർഷലൊക്കെ ചെയ്യും. അങ്ങനെ വലിയ വലിയ സീനുകളൊക്കെ ഉണ്ടാകും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇവർ തമ്മിൽ പ്രണയമൊക്കെ ആയി കാസി അത്യാവശ്യം ഫേമസ് ആയി നിൽക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു ഡ്രഗ് ഡീലറുമായിട്ട് ചെറിയ വിഷയം ഉണ്ടാകുന്നു. ആ ഒരു ഡ്രഗ് ഡീലർ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഇത് ഇവർ ഇല്ലീഗലായിട്ടാണ് അല്ലെങ്കിൽ ഇവർ ചീറ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് കേസാവുന്ന സമയത്ത് കോർട്ട് മാർഷലിന് മുമ്പേ ആ ഒരു ലൂക്ക് പറയുകയാണ് ഇത് ഞാൻ മാത്രമാണ് ചെയ്തത്, ഇത് കാസി അറിഞ്ഞിട്ടില്ല എന്നുള്ള അഡ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു ശിക്ഷ വാങ്ങുന്ന ഒരു സാധനം. അപ്പോൾ നമ്മൾ യൂഷ്വലി അറിയാം ക്ലൈമാക്സ് ആവുന്നു, കാസിക്ക് ലൂക്കിനോട് ഒരു പ്രണയം അന്നേരം പൊട്ടി വരുന്നു. അവസാനം ഇവർ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ യൂഷ്വലി കാണാറുള്ള ഒരു സാധനം തന്നെയാണ് കാണിച്ചത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറിയിൽ പോകുന്ന നല്ല രസമാണ് ഇതിൻ്റെ മേക്കിംഗ്. അതായത് ഒരു റൊമാൻസ് മ്യൂസിക്കൽ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള റൊമാൻസ് മ്യൂസിക്കൽ ഇപ്പം വെസ്റ്റ് സൈഡ് സ്റ്റോറിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ വലിയ ഗംഭീര സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് സ്റ്റോറി, ആവറേജ് മേക്കിംഗ് ഉള്ള എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് പർപ്പിൾ ഹാർട്സ്. എന്തായാലും നിങ്ങൾ ഇങ്ങനത്തുള്ള സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ മാത്രം പോയി കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെറുപ്പിലായിട്ട് തോന്നും. ഇങ്ങനെ റൊമാൻസ് മ്യൂസിക്കൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും പർപ്പിൾ ഹാർട്സ്.